കേരളത്തെ മുഴുവൻ ഒരു വാഗ്ദാനത്തിന് മുമ്പിൽ മയക്കി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമം മുതലെടുത്ത് സാമ്പത്തിക ലാഭം കൊയ്യാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം 2 കൊല്ലം നമ്മെ പറഞ്ഞു പറ്റിച്ച ഒരു തട്ടിപ്പിൻ്റെ കഥയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളാണല്ലോ ഈ ഒരു വിഷയത്തിൽ പരാതിക്കാരൻ. എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിഷയത്തിൽ പരാതിയുമായി പോകാൻ ഇടയായത്? എങ്ങനെയാണ് ഈ തട്ടിപ്പിൻ്റെ ചുരുളഴിഞ്ഞത്? നമുക്ക് അറിയാൻ സാധിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 കൊല്ലം, ചേട്ടൻ പറഞ്ഞ 2 അല്ല 2.5 കൊല്ലം അല്ലേ, 2.5 കൊല്ലം സാധാരണപ്പെട്ട ജനങ്ങളെയും അതുപോലെ തന്നെ കായിക പ്രേമികളെയും വളരെ രീതിയിൽ വഞ്ചിക്കുന്ന രീതിയാണ് നടന്നു വന്നത്. അതായത് മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വ്യവസായിക പ്രമുഖരെയും അതുപോലെ തന്നെ കായിക പ്രേമികളെയും മുതലെടുത്തുകൊണ്ട് ഈ ചാനൽ ബ്രോഡ്കാസ്റ്റ്, അതായത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് ചാനൽ, അതിൻ്റെ മുതലാളി തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് വളരെ എന്തു പറയാൻ പറ്റും, വളരെ മോശമായ രീതിയിൽ തന്നെ കായിക പ്രേമികളെ പറ്റിക്കുന്നതിന് വേണ്ടി മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് അതിൽ ഒരു കാര്യം എനിക്കതിൽ പറയാൻ സാധിക്കുന്നത്, ഈ ഇന്നത്തെ യുവതലമുറയെ എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞ് ആ വാഗ്ദാനത്തിൻ്റെ പേരിൽ വഞ്ചിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഈ റിപ്പോർട്ടറിൻ്റെ, അതായത് റിപ്പോർട്ടർ ചാനലിൻ്റെ ആൻഡ്രൂ അഗസ്റ്റ്യൻ തന്നെ ഈ മരമുറിയായിട്ട് ബന്ധപ്പെട്ട് കോടികളുടെ തിരിമറി നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം ഇതിനോട്ട് മുന്നിട്ട് ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷക്കണക്ക്, അതായത് 126 കോടി രൂപയെന്നാണ് പറയുന്നത്. ആ 126 കോടി രൂപ അതിൻ്റെ പേരിൽ ഇപ്പോൾ അഴിമതിയാണ് ഈ ആൻഡ്രൂ അഗസ്റ്റ്യൻ നടത്തിയിരിക്കുന്നത്.